കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസാമിലെ തേയില തൊഴിലാളികളോടൊപ്പം കൊളുന്തു നുള്ളുന്നത് നിങ്ങൾ കണ്ടു കാണും. കേരളത്തിൽ ഇത് വലിയ ട്രോളായി മാറിയിരിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസാമിൽ പോയി അവിടെയുള്ള തേയില തൊഴിലാളികൾക്കിടയിൽ നിന്ന് കൊളുന്തു നുള്ളുകയാണ്. പക്ഷേ ഇവിടെ കേരളത്തിലുള്ള മന്ദബുദ്ധികളായിട്ടുള്ള രാഷ്ട്രീയക്കാർക്കും അവരുടെ അണികൾക്കും അറിയാത്ത വലിയൊരു വോട്ട് ബാങ്ക് ആസാമിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ആസാമിലെ ടീ ബെൽറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ആസാമിലെ ടീ ബെൽറ്റുകൾ എന്നല്ലേ? അതായത് തേയില തൊഴിലാളികളുടെ വോട്ടുകൾ. ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആസാമിൽ വെറുതെ നരേന്ദ്രമോദി ചെന്നിരുന്ന് ചായ കുടിച്ചാൽ വരുന്ന വോട്ടുകൾ എത്രയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ എന്നുള്ളതാണ് ഇവരോട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. നമുക്ക് നോക്കാം. 35 ലക്ഷത്തിലധികം വോട്ടർമാർ ഏകദേശം 50 സീറ്റുകളെ സ്വാധീനിക്കുന്ന മേഖലയാണ് ഈ ആസാമിലെ ടീ ബെൽറ്റ് എന്ന് പറയുന്നത്. അതായത് 50 സീറ്റുകൾ ഇരിക്കുന്നത് നരേന്ദ്രമോദി നുള്ളിയ ഈ കൊളുന്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി പ്രചാരകർ പ്രചാരണം ശക്തമാക്കുമ്പോൾ ആസാമിലെ തേയില സമൂഹം നിർണായക ശക്തിയായി മാറുമെന്നുള്ള കാര്യം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കണം. അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ രാഷ്ട്രീയ ശ്രദ്ധ വീണ്ടും തേയില സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ അസം ടീ ബെൽറ്റിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭരണകക്ഷിയായ NDAയും കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷവും ഇവിടെ വലിയ രീതിയിൽ പരിശ്രമിക്കുന്ന ഒരു സംഖ്യാ പ്രാധാന്യമുള്ളതും തിരഞ്ഞെടുപ്പ് പരമായി നിർണായകവുമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. BJP ഈ സമുദായത്തിൽ നിന്ന് 8 സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസും അത്രയും പേരെ തന്നെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 850ലധികം തേയിലത്തോട്ടങ്ങളുള്ള ആസാമിലെ തേയില സമൂഹം സംസ്ഥാനത്തെ ഏറ്റവും വലിയ തൊഴിൽ ശക്തിയും ശക്തമായ ഒരു തിരഞ്ഞെടുപ്പ് ബ്ലോക്കുമാണ്. ഇതാണ് ടീ ബെൽറ്റ് എന്ന് പറയുന്നത്. കിഴക്കൻ അസാമിൽ കുറഞ്ഞത് 38 നിയമസഭാ സീറ്റുകളിലെങ്കിലും അവർ നിർണായക പങ്കുവഹിക്കുന്നു. കൂടാതെ ഏകദേശം 10 സീറ്റുകളിൽ കൂടി ഫലങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. 35 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ഈ സമുദായം പരസ്പരം മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു നിർണായക ജനവിഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പരമ്പരാഗതമായി കോൺഗ്രസുമായി സഖ്യം ചേർന്നിരുന്ന തേയില സമൂഹത്തിന്റെ വോട്ടിംഗ് പെരുമാറ്റത്തിൽ കഴിഞ്ഞ ദശകത്തിൽ ശ്രദ്ധേയമായ മാറ്റമുണ്ടായി. BJP നേതൃത്വത്തിലുള്ള NDA ക്ഷേമ ഇടപെടലുകൾ, വേതന പരിഷ്കരണങ്ങൾ, ലക്ഷ്യമിട്ട സാമ്പത്തിക സഹായം എന്നിവയിലൂടെയും മേഖലയിലെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിലൂടെയും ഗണ്യമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇത് സമുദായത്തിന്റെ തിരഞ്ഞെടുപ്പ് മുൻഗണനകളെ കൂടുതൽ മത്സരാധിഷ്ഠിതവും പ്രവചനാതീതവുമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നിരുന്നാലും ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചായ സമൂഹത്തെ അല്ലെങ്കിൽ ഈ തേയില ടീ ബെൽറ്റ് സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള നിരവധി ക്ഷേമ നടപടികളിലൂടെ BJP സർക്കാർ അവിടെ പ്രവർത്തനങ്ങൾ ഊർജ്ജമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് ഈ സമൂഹത്തിൻ്റെ കൂടെ നിന്ന് അവരുടെ ജോലി പ്രധാനമന്ത്രി ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമായിരിക്കും എന്ന് ഒരുപക്ഷെ കേരളത്തിലുള്ള മന്ദബുദ്ധികളായിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടക്കണത്തിൽ കിടക്കുന്ന അണികൾക്കും ഇവിടെയുള്ള മറ്റ് പാർട്ടികളിലെ നേതാക്കന്മാർക്കും മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരിക്കാം. പക്ഷേ പ്രധാനമന്ത്രി എന്ത് ചെയ്താലും അദ്ദേഹം ലക്ഷദ്വീപ് ചെന്ന് നടക്കുന്നത് മുതൽ അസമിൽ ചെന്ന് കൊളുന്തു നുള്ളുന്നത് വരെ അദ്ദേഹം ഒന്ന് കാണാതെ ഒന്ന് ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തായാലും 30 രൂപയുടെ വേതന വർധനവ്, ഏകദേശം 7 ലക്ഷം തൊഴിലാളികൾക്ക് 5000 രൂപ ഒറ്റത്തവണ ഗ്രാന്റ്, തേയിലത്തോട്ട പ്രദേശങ്ങളിൽ ഭൂമിക്ക് പട്ടയം നൽകുമെന്ന വാഗ്ദാനം, 37 ഉപജാതികൾക്ക് OBC പദവി നൽകൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ നടപടികൾ രാഷ്ട്രീയത്തിലെ അഭൂതപൂർവമായ പരിവർത്തനത്തിന്റെ ഭാഗമാണെന്ന് BJP ടീ മോർച്ച ചെയർമാൻ ദുലൈ നായിക് പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് BJP ടീ മോർച്ചയാണ്. BJP ടീ മോർച്ച, അവിടെ BJP ഒരു മോർച്ച പോലും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും തേയില തൊഴിലാളികളുടെ ഈ ടീ ബെൽറ്റിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.